പറഞ്ഞേക്കെന്ന് പറഞ്ഞു എന്നാ എഴുതി വെച്ചോളി. കെ കുഞ്ഞാലി കുട്ടിക്കുള്ള ഭൂരിപക്ഷത്തിന് കാട്ടി ഒരു വോട്ടിന് അധികം സഖാവ് പിണറായിക്ക് ധർമ്മടത്തുണ്ടാവും. അത് എഴുതി വെച്ചോളി. കളറുള്ള ജയങ്ങൾ ആരുടേതാണ് എന്നൊന്ന് വേഗം പരിശോധിക്കുക. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് 85,327 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം. കേരള നിയമസഭയിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടി വന്ന മറ്റൊരാളില്ല. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മൂത്താപ്പയാകും കുഞ്ഞാപ്പ. പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി നമ്മൾ പറയണേ. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ കുഞ്ഞാപ്പ മൂത്താപ്പയാകുന്നു എന്നുണ്ട്. ഈ സഖാക്കളൊക്കെ മലപ്പുറത്ത് തന്നെ ഉണ്ട്. സഖാക്കളെ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഇതൊന്നും കേൾക്കരുത് കേട്ടോ. നിങ്ങൾ ഇത് കണ്ടാൽ പോലും അത് കേൾക്കാതെ അങ്ങ് സ്ക്രോൾ ചെയ്ത് വിട്ടോളണം. കാരണം എന്താ അറിയാമോ, അത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. ആലോചിച്ച് നോക്കുക, പി കെ കുഞ്ഞാലിക്ക് കുട്ടിക്ക് കിട്ടുന്ന ഭൂരിപക്ഷത്തേക്കാൾ ഒരു വോട്ട് 1000 വോട്ട് എന്നല്ല, 100 വോട്ട് എന്നല്ല, 10,000 വോട്ട് എന്നല്ല, ഒരു വോട്ട് കൂടുതൽ കിട്ടും എന്നാണ് സഖാക്കൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. എന്ത് ചെയ്യാനാണ്? ആ ധർമ്മടത്താണ് മെയ് 4 വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിന്നോട്ട് പോകുന്നത്. ആലോചിക്കണം. 1-ാം റൗണ്ട് കഴിഞ്ഞു, 2-ാം റൗണ്ട് കഴിഞ്ഞു, 3-ാം റൗണ്ട് കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. പിണറായി വിജയൻ പിന്നിലാണ് അല്ലേ? 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9-ാം റൗണ്ട് എത്തേണ്ടി വന്നു പിണറായി വിജയൻ ഒന്ന് മുന്നോട്ട് വരാൻ. ആലോചിച്ച് നോക്കുക നിങ്ങൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനേക്കാൾ ഒരു വോട്ട് മുന്നിലല്ല. ആകെ കിട്ടിയ ഭൂരിപക്ഷം എത്രയെന്നറിയാമോ? ആകെ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 20,000 വോട്ട്, 19,247 വോട്ട്. ലീഡ് അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,247 വോട്ട്. പിണറായി വിജയന് ആകെ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 85,614. വി പി അബ്ദുൾ റഷീദിന് ലഭിച്ചത് 66,367 വോട്ട്. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 10%, 9.74% വോട്ടുകളുടെ കുറവ് പിണറായി വിജയന്. ആ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 10.33% വോട്ടിൻ്റെ വർധനവ്. പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം 20,000-ലേക്ക് കൂപ്പുകുത്തി. ആലോചിക്കണം, 1,00,000 വോട്ടിന് 2021 വിജയിച്ച അതേ ധർമ്മടത്ത് കഴിഞ്ഞ 21 മുതൽ 26 വരെയുള്ള കാലയളവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് 9-ാം റൗണ്ട് വരെ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, 1,00,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 20,000-ലേക്ക് ചുരുങ്ങുന്നു. എന്നാൽ മലപ്പുറത്ത് മത്സരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷമോ കേരള ചരിത്രത്തിൽ, കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ 2026 അല്ല, തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് മുതൽ 2026 തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം 85,347 വോട്ട്. ആലോചിക്കണം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനേക്കാൾ ഒരു വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനേക്കാൾ 60,000 വോട്ടിൻ്റെ കുറവ്, 65,000 വോട്ടിൻ്റെ കുറവ്. ഒരു വോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ല. കുറഞ്ഞതോ 65,000 വോട്ടുകൾ. 20,000 പ്ലസ് 65,000, 85,437 വോട്ട്. അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം. ഞാനിതിങ്ങനെ കണ്ടപ്പോഴേ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ട്, UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 100 ദിവസം പിന്നിടുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിപ്പോൾ പറയണോ? പിന്നെ അത് പറയാണ്ട് ഇതാണ് പറയേണ്ടത്. കാരണം അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നേ സഖാക്കളെ. കുഞ്ഞാലി അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2ാമത് അധികാരത്തിൽ വരുമെന്നോ, അല്ലെങ്കിൽ മൂന്നാമത് അധികാരത്തിൽ വരുമെന്നോ, പിണറായി വിജയൻ 3ാമത് മുഖ്യമന്ത്രിയാകണമെന്നുള്ളൊക്കെ ടാർഗറ്റിനപ്പുറം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ലഭിക്കുന്ന ഭൂരിപക്ഷത്തേക്കാൾ ഒരു വോട്ട് കൂടുതൽ ധർമ്മടത്ത് പിണറായി വിജയന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ടാർഗറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം ആഗ്രഹം ഉണ്ടാകണമല്ലേ? ആ ആഗ്രഹത്തിന് പുറത്താണല്ലോ ഇപ്പം ധർമ്മടം മണ്ഡലത്തിൽ വോട്ടില്ലാത്ത മലപ്പുറത്ത് വോട്ടുള്ള സഖാക്കൾക്ക് പോലും അങ്ങനെ ഒരു
ആഗ്രഹം അത് എത്രത്തോളമാണ്? ചില്ലറ ആഗ്രഹം എന്നല്ലല്ലോ, അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇപ്പം മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മൂത്താപ്പയാണ് കുഞ്ഞാപ്പ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആകെ പിണറായി വിജയൻ, ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിണറായി വിജയന് ആകെ കിട്ടിയ വോട്ട് 85,614. എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം 85,437. ഒരു 200 വോട്ടിൻ്റെ കുറവ്. ഏത് ഭൂരിപക്ഷവും പിണറായി വിജയൻ ആകെ കിട്ടിയ വോട്ടുകളും തമ്മിലുള്ള അന്തരം 200 വോട്ടുകളുടെ കുറവ്. അതിപ്പോൾ ഒരു കുറവായിട്ട് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ? എന്നാണെങ്കിലും സഖാക്കൾക്ക് ഒരു കാര്യം ഇങ്ങനെ പറയാം, പിണറായി വിജയൻ ആകെ കിട്ടിയ വോട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ 200 വോട്ട് കൂടുതലാണ് അല്ലേ? അപ്പോൾ പിണറായി വിജയൻ തന്നെ മഹാൻ അല്ലേ? പിണറായി വിജയൻ തന്നെയല്ല മഹാന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് സാഹിബിന് കിട്ടിയ ഭൂരിപക്ഷം 85,437 അല്ലെങ്കിൽ പിണറായി വിജയന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ടോട്ടൽ വോട്ട് 85,614. ഏതാ വലുത്? 85,614 അല്ലേ? അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു അല്ലേ? സഖാക്കൾക്ക് വേണമെങ്കിൽ ഈ ക്യാപ്സ്യൂൾ, ഞാൻ പറഞ്ഞ ക്യാപ്സ്യൂൾ ഏറ്റുപിടിക്കാം. കാരണം ഒരു ആശ്വാസത്തിന് അത് ഏറ്റുപിടിക്കാം. ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ 200 വോട്ടിൻ്റെ കൂടുതൽ പിണറായി വിജയന് ആകെ കിട്ടിയ വോട്ടുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആകെ കിട്ടിയ വോട്ടാണ് കൂടുതൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷമല്ല കൂടുതൽ. അപ്പോൾ പിണറായി വിജയനാണ് കൂടുതൽ കിട്ടിയത് അല്ലേ? തൽക്കാലം ഇപ്പം അങ്ങനെ ആശ്വസിച്ചോളി. അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഇറക്കിക്കോളി. നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ക്യാപ്സ്യൂളിൽ ഇത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ക്യാപ്സ്യൂളാക്കി മാറ്റിക്കോളി. താൽക്കാലിക ഒരു ആശ്വാസത്തിന്. ഏത് ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ആശ്വാസം കൂടി അതിൽ കിട്ടും. വി ഡി സതീശൻ മന്ത്രിസഭയിലെ രണ്ടാമനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട്, ആകെ വോട്ട് എന്തായിട്ടുണ്ട്? പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ക്യാപ്സ്യൂൾ, ഞാൻ പറഞ്ഞതായിട്ടൊരു ക്യാപ്സ്യൂൾ അവിടെ ഇറക്കിക്കോ. അത്യാവശ്യം കുറച്ച് ഒന്ന് രാത്രി കിടന്നുറങ്ങാനെങ്കിലും പറ്റൂ. ആ ഉറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ പറഞ്ഞാൽ മതി. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഭൂരിപക്ഷം 85,437. പിണറായി വിജയൻ്റെ ടോട്ടൽ വോട്ട് 85,614. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ രാത്രി കിടക്കാൻ നേരത്തെ ഇതിങ്ങനെ മനസ്സിൽ പറയുക, ആവർത്തിച്ച് പറയുക. അപ്പോൾ അതിലൊരു സമാധാനമുണ്ട്. എന്ത്? കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വോട്ടിനേക്കാൾ കൂടുതൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ പറയുന്ന പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ട്. ഒരു 10, 300, 200, 300 വോട്ടോളം കൂടുതൽ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ട്. ആ സമാധാനം ഉണ്ടല്ലോ, അതൊരു സമാധാനമാണല്ലോ, വല്ലാത്ത സമാധാനം. ഭരണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ. പക്ഷെ അന്തരം ചിന്തിക്കരുത്, അതിൻ്റെ ആ ഒരു ലോജിക്ക് ചിന്തിക്കരുത്. ലോജിക്ക് ചിന്തിച്ചാൽ പിന്നെ ഉറക്കം പോകും. നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയ ആകെ വോട്ടുകളുടെ എണ്ണമല്ല, കമ്പയർ ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷത്തെയും പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന ആകെ വോട്ടുകളുടെ ടോട്ടൽ വോട്ടുകളുടെ എണ്ണവും തമ്മിലാണ് കമ്പാരിസൺ. അതുകൊണ്ട് ആ ലോജിക്ക് ഒരിക്കലും ചിന്തിക്കരുത്, ആ ഫിഗർ മാത്രമേ മനസ്സിൽ വരാൻ പാടുള്ളൂ. ഏത്? 85,614 എന്നും 85,327 എന്നുള്ള രണ്ട് ഫിഗറുകൾ. അപ്പോൾ 85,000, രണ്ടും 85,000. പിന്നെന്താ? പിണറായി വിജയൻ ആകെ കിട്ടിയ വോട്ട് 614, ഇപ്പുറത്ത് 327. അപ്പോൾ 327ഉം 614 നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാ? 614. അപ്പോൾ ആ സമാധാനത്തിൽ അങ്ങനെ ഉറങ്ങാം. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാനും തോന്നിക്കഴിഞ്ഞാൽ ഉറക്കെ പോയി. കാരണം എന്താ? ഒന്ന്, പിണറായി വിജയന് കിട്ടിയത് ആകെ വോട്ടാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയ ഭൂരിപക്ഷമാണ്. പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം എത്രയാ? 19,000 വോട്ടുകൾ. ഓക്കെ, 20,000 വോട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ എത്ര മടങ്ങ്, എത്ര ടൈംസ് ബെറ്ററാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം? അപ്പോൾ അങ്ങനെ ലോജിക്കിലേക്ക് കിടക്കരുത്. ലോജിക്കിലേക്ക് കിടന്നാൽ പിന്നെ ഈ 5 വർഷക്കാലം ഉറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരാശ്വാസത്തിന് ഒന്ന് ഉറക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചോളൂ. അത്രയും സഖാക്കളോട് പറയാനുള്ളൂ അല്ലേ?
ഞാനിങ്ങനെ പലപ്പോഴും ഇതിങ്ങനെ കാണാറുണ്ട്. ഇതിപ്പോൾ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, പലതും കാണാറുണ്ട്. ഇങ്ങനെ ആലോചിക്കും, ഇവർ അതിയായി ആഗ്രഹിച്ചൊരു സംഭവമാണ്. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മൾ അതിയായി ആഗ്രഹിച്ചാലൊരു സംഭവം അത് നമുക്ക് കിട്ടും എന്ന് പറയാറുണ്ട്. പക്ഷെ അത് കിട്ടൂല എന്ന്, ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടൂല എന്നുള്ളത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറഞ്ഞതാണ്. കാരണം മൂന്നാമതും അധികാരം വേണം എന്ന് ആഗ്രഹിക്കാത്ത, അതിയായി ആഗ്രഹിക്കാത്ത ഒരു സഖാവ് പോലും കേരളത്തിലില്ല. മൂന്നാമതും അധികാരം വേണമെന്ന് അത്രമാത്രം അതിയായിട്ട് സഖാക്കൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഒരു പാഠമുണ്ട്. ആ പാഠം പലപ്പോഴും പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്നതാണ്, നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചാൽ അത് നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കണം, നന്നായിട്ട് ആഗ്രഹിക്കണം. അത് തെറ്റാ. ശരിയെന്താ, അങ്ങനെ ആഗ്രഹിച്ചാലും കിട്ടൂല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ തെളിയിക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് സഖാവിനാ ഇപ്പോൾ പിണറായി വിജയൻ മൂന്നാമതും അധികാരം വരണം, ഭരിക്കണം, മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് സഖാവാ കേരളത്തിലുള്ള? മരുമോനൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു, നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളൂ. മരുമോനൊക്കെ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. പിണറായി സഖാവ് മൂന്നാമതും വരും. മൂന്നാമതും മാത്രമല്ല, ഇതിങ്ങനെ തുടരുമെന്നാണ് മരുമോന് പറഞ്ഞത്. ഇതിങ്ങനെ തുടരും, 3-ൽ നിൽക്കൂല. ഇതിങ്ങനെ കേരളത്തിൽ ഇത് മാത്രം തുടരുമെന്നാണ് ആര് പറഞ്ഞത്? മരുമോൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആഗ്രഹം എത്രത്തോളാണ്? ആ ആഗ്രഹത്തിൻ്റെ കനം അതാണ് തെളിയിക്കുന്നത്. അല്ലെങ്കിൽ 3-ൽ നിർത്തിയേനെ, 3-ലും നിർത്തിയിട്ടില്ല, ഇതിങ്ങനെ തുടരുമെന്നാ പറഞ്ഞത്. അപ്പോൾ ആഗ്രഹം ചില്ലറ ആഗ്രഹമായിരുന്നോ? ആലോചിച്ച് നോക്ക് അല്ലേ? അവിടെയാണ് സഖാക്കളുടെ ഉറക്കം പോയത്. ആ ഉറക്കം പോയിടത്ത് നിന്നാണ് പിച്ചും പേയും പറയാൻ തുടങ്ങിയത്. അങ്ങനെ ഉണ്ടല്ലോ, ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒരു ദിവസം നഷ്ടപ്പെട്ടാലൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആകെ ഓഫാകും, മനുഷ്യൻ ഓഫാകും അല്ലേ? അപ്പോൾ ദിവസങ്ങളോളം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് വർഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന പ്രാന്തനെ പോലെയായി മാറും. ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച് ഒന്നും പറയണ്ട. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ കേരളത്തിൽ. ഈ കഴിഞ്ഞ 100 ദിവസം ആയിട്ടുള്ളൂ ഈ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. അപ്പോഴേക്കും നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരുന്നത്, എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത്? എന്തേ കാരണം സഖാക്കളെ ഉറക്കം പോയിട്ട് 100 ദിവസം കഴിഞ്ഞേ. അത് വല്ലാത്ത ഇടങ്ങാറാണല്ലോ അല്ലേ? ആലോചിച്ച് നോക്കുക നിങ്ങൾ.